ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തെടുക്ക, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, കാരവൽ ഹോസ്പിറ്റൽ, കാസർഗോഡ്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന 2 രോഗങ്ങളാണ് ഹൃദ്രോഗവും സ്ട്രോക്കും, അതായത് പക്ഷാഘാതം. ഇതുപോലെയുള്ള ഒരു മാരകമായ ഒരു രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് വേൾഡ് സ്ട്രോക്ക് ഡേ ഒക്ടോബർ 29 ആചരിക്കപ്പെടുന്നത്. പക്ഷാഘാതം എന്ന് പറയുന്നത് മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായും അദ്ദേഹത്തിൻ്റെ പേഴ്സണലി, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി കിടപ്പിലാക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ താറുമാറാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇതിൽ 2 രീതിയിലാണ് നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്. ആദ്യമായി തന്നെ സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോ ചുറ്റുപാടുള്ളവർക്കോ ഇത് സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ബി ഫാസ്റ്റ് എന്ന അതിൻ്റെ ഷോർട്ട് ഫോമിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ബി എന്ന് വെച്ചാൽ ബാലൻസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ബാലൻസ് തെറ്റിപ്പോവുക. ഇ എന്ന് പറഞ്ഞാൽ ഐസൈറ്റ് നഷ്ടപ്പെടുക. എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്, മുഖം ഒരു സൈഡിലോട്ട് കോടിപ്പോവുക. എ, ആം അല്ലെങ്കിൽ ലെഗ്, ഒരു സൈഡിൽ കയ്യോ കാലോ തളർന്നു പോവുക. അല്ലെങ്കിൽ എസ്, സ്പീച്ച്, സംസാരം കുഴഞ്ഞു പോവുക. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അവസാനത്തെ അക്ഷരമായ ടി, ടൈം, അതായത് സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമയത്ത് ചികിത്സ തേടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ രീതിയിൽ ഒരു രോഗി വന്നാൽ അതിനെ ഫലപ്രദമായി ചികിത്സിക്കാനും ഒരു നിമിഷം പോലും കളയാതെ രോഗിയെ ചികിത്സ ഉറപ്പുവരുത്താനും കാരവൽ ഹോസ്പിറ്റലിലെ സ്ട്രോക്ക് യൂണിറ്റിന് കഴിഞ്ഞ 3 വർഷമായി സാധിച്ചിട്ടുണ്ട്.